ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണുനീര് അവന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകണമെങ്കിൽ അവന് പാറകളെ പോലെ ഉറച്ചു നിൽക്കുന്നവൻ, പാറകളെ പോലെ കഠിനമായ ഹൃദയമുള്ളവനായ പോരാ, മറിച്ച് അലിവുള്ള, ദയയുള്ള, ആർദ്രതയുള്ള ഒരുവനായി അവന് മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് എപ്പോഴൊക്കെയാണ് നമ്മൾ കരയേണ്ടതെന്നാണ് എനിക്കിന്ന് വിഷയം നിങ്ങളോട് പറയാനുള്ളത്. എപ്പോഴൊക്കെയാണ് കരയേണ്ടത് ഒരു സത്യവിശ്വാസി? ഖുർആൻ മാത്രം. പക്ഷെ അതിനു മുമ്പ് രണ്ട് കണ്ണുനീര് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. രണ്ട് കണ്ണുനീര്, ഒന്ന് ആത്മാർത്ഥമായ കണ്ണുനീര്, ഒന്ന് കപടകരമായ കാപട്യത്തിന്റെ കണ്ണുനീര്. ഒന്ന് ഒറിജിനൽ കണ്ണുനീര്, മറ്റൊന്ന് കാപട്യത്തിന്റെ കണ്ണുനീര്. ഇത് രണ്ടും ഖുർആൻ പറഞ്ഞതാണ്. ഇത് രണ്ടും ചരിത്രത്തിന്റെ പശ്ചാത്തലമാണ്. ഇത് രണ്ടും സഹസ്രാബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ളതാണ്. ആദ്യം നമുക്ക് മനസ്സിലാക്കാം ആത്മാർത്ഥതയുള്ള കണ്ണുനീര് ഏതാണ്. ഒന്ന് ശ്രദ്ധയോടെ കേട്ടോളി. കുറച്ച് ചിരിക്കണം, ധാരാളം കരയണം. അതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. കരച്ചിൽ വരാത്ത എന്തുകൊണ്ടാ? നമ്മുടെ കൽബ് പാറകളെക്കാൾ ഉറച്ചുപോയി. പാറകളിൽ നിന്ന് പൊട്ടി വെള്ളമൊലിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയം പൊട്ടിയിട്ട് ഒരിക്കലും ഒരു തുള്ളി കണ്ണുനീര് വരുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിപ്പിച്ച ആത്മാർത്ഥമായ കണ്ണുനീര് ഏതെന്നറിയോ? സൂറത്ത് തൗബയിലാണ്. തബൂക്ക് യുദ്ധം നടക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്നോ? തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ, ആ തബൂക്ക് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ കുറെ പാവപ്പെട്ടവർ, സാമ്പത്തികമായി ശേഷിയൊന്നും ഇല്ലാത്തൊരു സമൂഹമാണ്. അവര് നേരെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്കും യുദ്ധത്തിന് വരണം. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, കൊണ്ടുപോകാൻ പറ്റിയ വാളോ പരിചയോ കുതിരയോ എന്തെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ടോ? യുദ്ധത്തിന് പോകുമ്പോ ആവശ്യമായ സാധന സാമഗ്രികൾ നിങ്ങളുടെ കൈവശമുണ്ടോ? ആ സമയത്ത് മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞു, ഇല്ല യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ആ സമയം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, നിങ്ങളിപ്പോൾ പൊയ്ക്കോളൂ, നിങ്ങളിപ്പോ പൊയ്ക്കോളൂ, എന്നിട്ട് ഇനി അടുത്ത യുദ്ധത്തിന് നിങ്ങൾക്ക് പങ്കാളികളാകാം. ഇപ്പൊ നിങ്ങൾ വരണ്ട, കയ്യിലൊന്നുമില്ലല്ലോ. ആ ഒരു വാർത്ത കേട്ടപ്പോൾ സഹോദരങ്ങളെ, ഖുർആൻ പറയുന്ന ആത്മാർത്ഥമായ കണ്ണുനീരാണ്. ആത്മാർത്ഥതയുള്ള കണ്ണുനീരിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കൂടെ നിങ്ങൾ അറിയണം. തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ സവിധത്തിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം സഹാബാക്കൾ, കയ്യിൽ വാളുകളില്ല, പരിചകളില്ല, പടയങ്കികളില്ല, പടക്കോപ്പുകളില്ല, കുതിരകളില്ല, ഒട്ടകമില്ല, ഒന്നുമില്ലാത്ത ഘട്ടം വന്നപ്പോൾ ആ പ്രിയപ്പെട്ട സഹാബാക്കളോട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കോളൂ, ഇപ്പോൾ നിങ്ങൾ മടങ്ങിപ്പൊയ്ക്കോളൂ, നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് അവരെ മടക്കി വിടുമ്പോൾ സൂറത്തു തൗബ 92-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാ, തവല്ലൗ അഅ്യുനുഹും തഫീളു മിനദ്ദമഇ ഹസനാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അവര് തവല്ലൗ, പിന്തിരിഞ്ഞു പോകുന്നത് എങ്ങനെയെന്നറിയോ? അവര് പ്രവാചക സവിധത്തിൽ നിന്ന് മടങ്ങി പോകുന്നത് എങ്ങനെയെന്നറിയോ? വഅ്യുനുഹും തഫീളു മിനദ്ദമഇ ഹസനാ. ദുഃഖം സഹിക്കാൻ കഴിയാത്ത നിലയിൽ അവര് കരയുകയാ. അവരുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. എന്തുകൊണ്ടാണ് അവര് കരഞ്ഞതെന്നറിയോ? ഹസനൻ അല്ലാ യജിദൂ മാ യുൻഫിഖൂൻ. അള്ളാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരില് കുതിര വാങ്ങാനും, പടക്കോപ്പ് വാങ്ങാനും, പടയങ്കി വാങ്ങാനും, അതുപോലെ വാള് വാങ്ങാനും, പരിച വാങ്ങാനും അവരുടെ കയ്യില് സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരില് ആ യുദ്ധത്തിൽ നിന്ന് പ്രവാചകൻ അവരെ മാറ്റി നിർത്തിയതിന്റെ സങ്കടത്താ അവര് സങ്കടത്തോടെ, വിഷമത്തോടെ, പ്രയാസത്തോടെ അവര് കരഞ്ഞുകൊണ്ട് മടങ്ങി പോവുകയാ. ആ കണ്ണുനീര് ആത്മാർത്ഥതയുള്ള കണ്ണുനീരായിരുന്നു. ഒരു സുഹൃതത്തിൽ പങ്കാളിയാകാൻ കഴിയാതെ വന്നപ്പോ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരില് ഒരു വേള പടച്ചവന്റെ മാർഗത്തിൽ അടരാടാനും പോരാടാനും ഭാഗ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ സഹോദരങ്ങളെ, കണ്ണുനീര് കവിൾത്തടത്തിലൂടെ ചാലിട്ടൊഴുകുകയാ. അവരുടെ ഹൃദയത്തിന് വല്ലാത്ത മുറിവ് വരികയാ.
ചെലവിന് വേണ്ടിയിട്ട് കാശില്ലാത്തതിന്റെ പേരിലല്ല, അതല്ലെങ്കിൽ ലാവിഷായിട്ട് ജീവിക്കാനുള്ള സാമഗ്രികൾ ഇല്ലാത്തതിന്റെ പേരിലല്ല, അതല്ലെങ്കിൽ കറങ്ങി നടക്കാൻ പർച്ചേസ് ചെയ്യാൻ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിലല്ല. അള്ളാഹുവിന്റെ ദീനിന് അടരാടിയിട്ട് പോരാടിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് പോരാടാൻ അവരുടെ കയ്യിൽ യാതൊരു സാമ്പത്തിക ശേഷി ഇല്ലാത്തതിന്റെ പേരില് അവരെ കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയവരാ. നമ്മുടെ കൂട്ടത്തിലും അങ്ങനെ ആളുകളുണ്ടല്ലോ സഹോദരങ്ങളെ. ആരാണെന്നറിയോ? ഒരു പള്ളി നിർമ്മാണം നടക്കുമ്പോൾ ആ പള്ളിക്ക് വേണ്ടി ആരാണ് സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ 1,00,000 രൂപ ഞാൻ തരാ, 50,000 രൂപ ഞാൻ തരാ, 25,000 രൂപ ഞാൻ തരാ. ഇത് പറഞ്ഞിട്ട് ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് സദഖകൾ ഓഫർ ചെയ്യുമ്പോൾ പലരും വന്നിട്ട് പറയുന്നു ഞാൻ അതിന് ഫ്രണ്ട് ഡോർ എടുത്ത് തരാ. ചിലര് പറയുന്നു ഞാൻ പള്ളിയുടെ മെമ്പർ ഞാൻ പണിത് തരാ. ഇങ്ങനെ ഓരോരുത്തരും അവരവരാ കഴിയുന്ന സംഭാവനകൾ പറയുമ്പോ അതേ വേദിയിലിരിക്കുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ, ഒരു നയാ പൈസ ഇല്ലാത്ത പട്ടിണി പേക്കോലങ്ങളുണ്ടല്ലോ, അവരുടെ മനസ്സിനകത്ത് നീറ്റലാണ്, വേദനയാണ്. അവരുടെ കൽവിനകത്ത് വല്ലാത്ത പിടച്ചില. അവര് പറയുന്നതെന്താണ്? പടച്ചവനെ, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, എന്റെ കൈവശമൊന്നുമില്ലല്ലോ. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചേക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോ വെൽഫെയർ കമ്മിറ്റിയോ ചാരിറ്റി സംഘടനകളോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന്റെ വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വക കൊടുക്കാൻ, കിറ്റ് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ആ സമയത്ത് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, പടച്ചവനെ ഞാൻ എത്ര ഹതഭാഗ്യനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് കരയുന്ന ആളുകളുണ്ടല്ലോ. അത് ആത്മാർത്ഥതയുടെ കരച്ചില. അവർ കള്ള കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? കാസർഗോഡ് ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട ഉപ്പളയിലെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ പറ്റിയാ. ഇതേ സഹാബാക്കൾ നേരെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി മദീനത്തേക്ക് മടങ്ങിപ്പോവുകയാ. നബിയും സഹാബത്തും തബൂക്കിൽ പോയി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഓരോ പ്രദേശത്തെത്തുമ്പോഴും റസൂലുള്ള അവരോട് പറഞ്ഞതെന്തെന്നറിയോ? ഒരു ശത്രുവിനെ കൊല്ലുമ്പോൾ പറഞ്ഞതെന്തെന്നറിയോ? അവര് നിങ്ങളോടൊപ്പമുണ്ട് സഹാബ. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയവര് നിങ്ങളോടൊപ്പമുണ്ട് സഹാബ. ഒരു വാതി താണ്ടി കിടക്കുമ്പോൾ, ഒരു ചരിവ് വിട്ട് കിടക്കുമ്പോൾ, ഒരു പ്രദേശത്തേക്ക് അവർ ചെല്ലുമ്പോൾ, ഏതെങ്കിലും ഒരു വഖത്ത് നമസ്കരിക്കുമ്പോൾ ഇതാ സമയത്തില്ല റസൂലുള്ള സഹാബത്തിനോട് പറയുന്ന, തബൂക്കിൽ നിൽക്കുന്ന സഹാബത്തിനോട് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു അവര് നിങ്ങളോടൊപ്പമുണ്ട് സഹാബ. അവസാനം അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നഹ്നു ബിത്തബൂക്ക്, ഞങ്ങൾ തബൂക്കിലല്ലേ, വഹും ബിൽ മദീന, അവര് മദീനയിലല്ലേ റസൂലേ, പിന്നെങ്ങനെയാ അവര് ഞങ്ങളോടൊപ്പം പങ്കാളിയാവുക? രണാങ്കണത്തിലെ വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ സഹോദരങ്ങളെ അവരെങ്ങനെയാണ് നമ്മളോടൊപ്പം ഉണ്ടാകുന്നതെന്ന ആശങ്ക സഹാബത്ത് പങ്കുവച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? അവരുടെ കണ്ണുനീര് ആത്മാർത്ഥതയുള്ളതാ, അവരുടെ കണ്ണുനീര് ആത്മാർത്ഥതയുള്ളതാ. അതുകൊണ്ട് സഹാബത്തെ, അവര് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടുമോ അല്ലാഹു അവർക്കത് കൊടുക്കുന്നതാ. പള്ളി പണിയാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ പണക്കാര് കൊടുക്കുമ്പോൾ കൊടുക്കാൻ സാമ്പത്തികമില്ലാത്ത പാവപ്പെട്ടവൻ ഉപ്പളയിലെ വീട്ടിനകത്തിരുന്ന് തേങ്ങിക്കരഞ്ഞ ആ കണ്ണുനീര് ആത്മാർത്ഥമാണെങ്കിൽ അല്ലാഹു അവന് 1,00,000 രൂപ പള്ളിക്ക് കൊടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് ആത്മാർത്ഥതയുടെ കണ്ണുനീര്. കരയുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് കരയണം. ഇനി ഖുർആൻ തന്നെ പറഞ്ഞ മറ്റൊരു കണ്ണുനീരുണ്ട്, ആത്മാർത്ഥത ഇല്ലാത്ത കണ്ണുനീര്. നിങ്ങൾ രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാക്കണം. രണ്ടും ഒരുപോലെയാണെന്ന് കരുതരുത്. ഒന്ന് ആത്മാർത്ഥമായിട്ടുള്ള കരച്ചില്, അള്ളാന്റെ ദീനിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു വിഭാഗം സ്വഹാബത്ത്, അവരുടെ കണ്ണുനീര് ആത്മാർത്ഥമാണ്. ആ ആത്മാർത്ഥമായ കണ്ണുനീര് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല ഇത് ചെലവാക്കിയവർക്ക് കൊടുത്ത പ്രതിഫലം ഒട്ടും കുറയാതെ അല്ലാഹു ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ. അതാണ് ആത്മാർത്ഥതയുടെ കണ്ണുനീര്. അങ്ങനെയാകണം നമ്മുടെ കണ്ണുനീര്. എന്നാ ഖുർആൻ പറയുന്നു, ആത്മാർത്ഥത ഇല്ലാത്തൊരു കണ്ണുനീര് പഠിപ്പിച്ചു ഖുർആൻ. ഏതാണെന്നറിയോ?
ഏതാ? ആത്മാർത്ഥത ഇല്ലാത്തൊരു കണ്ണുനീരുണ്ടായിരുന്നു. 12 മക്കൾ ഉണ്ടായിരുന്നൊരു വാപ്പ. ആ 12 മക്കളുടെ പ്രിയപ്പെട്ട വാപ്പ അതിൽ ഒരാളോട് സഹജമായി ഒരു സ്നേഹമൽപ്പ കൂടിപ്പോയി എന്നതിന്റെ പേരില് ആ മകനെ വാപ്പയുടെ സ്നേഹം പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, വാപ്പയുടെ സ്നേഹം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ പൊന്നുമോനെ ബാലചാപല്യത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥതകളും ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളും വിട്ടുമാറും മുമ്പ് ആ പൊന്നു സഹോദരനെ വാപ്പയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട്, വനത്തിന്റെ ഉള്ളിലുള്ള കിണറിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ വാപ്പയുടെ പ്രിയപ്പെട്ട മക്കൾ വാപ്പാടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ആ പ്രിയപ്പെട്ട കുഞ്ഞനുജന്റെ കുപ്പായത്തിൽ ആടിനെ അറുത്തിട്ട് അതിന്റെ രക്തം പുരട്ടിയിട്ട് വാപ്പയുടെ മുന്നിൽ കൊണ്ടുവന്ന് കുഞ്ഞുടുപ്പ് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, പൊന്നുവാപ്പ, ഈ പൊന്നുമോനെ, ഞങ്ങളുടെ പൊന്നുമോനെ, ഞങ്ങളുടെ കുഞ്ഞു സനുജനെ ചെന്നായ പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ വരവ് അല്ലാഹുവിന്റെ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫ് പരിചയപ്പെടുത്തുന്നത് വജാഊ അബാഹും അല്ല പറയുകയാണ്, അവര് വന്നത് വൈകുന്നേരമാണ്. എങ്ങനെയാണ് അവര് വന്നത്? അവര് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാ വന്നത്. വാപ്പാടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കള് വന്നിട്ട് പറഞ്ഞു, വാപ്പാ, നിങ്ങളുടെ പൊന്നുമോൻ, ഞങ്ങളുടെ കുഞ്ഞനുജനെ എന്ത് ചെയ്തു? ചെന്നായ പിടിച്ചു. ഇത് വെറുതെ വെച്ചിരിക്കുന്നതാ? ചെന്നായ പിടിച്ചു. അപ്പൊ ആ ചെന്നായയുടെ ബ്ലഡാണ് ഞങ്ങളുടെ കുഞ്ഞനുജന്റെ ശരീരത്തിലും വസ്ത്രത്തിലും ഉള്ളത് എന്ന് പറഞ്ഞിട്ട് വാപ്പയെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, ശ്രദ്ധിച്ചു കേട്ടോ, ഫാനൊക്കെ അവര് നോക്കിക്കോളും, ഇങ്ങോട്ട് കേട്ട്, വാപ്പയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പൊന്നുമക്കൾ ആടിനെ അറുത്തിട്ട് അതിന്റെ രക്തം കുഞ്ഞുടുപ്പിൽ തേച്ചിട്ട് വാപ്പാടെ മുന്നിൽ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തു. നിങ്ങളൊരു കാര്യം അറിയണോ? ഒരിക്കലും ആ മകൻ ഭാവിയിൽ അവർക്ക് ശത്രുവാകുമെന്ന് പേടിച്ചുകൊണ്ടായിരുന്നില്ല. ആ പ്രിയപ്പെട്ട മക്കൾ, ആ പ്രിയപ്പെട്ട അനുജൻ, ആ പ്രിയപ്പെട്ട സഹോദരൻ തങ്ങളുടെ സമ്പത്തും സ്വത്തും പിടിച്ചെടുക്കുമെന്ന വേജേനയല്ല, ഒന്നും ആയിരുന്നില്ല. മറിച്ച് വാപ്പാടെ സ്നേഹം കിട്ടാൻ വേണ്ടിയാ, നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. പക്ഷേ ആ ലക്ഷ്യം നല്ലതാണെങ്കിലും മാർഗം പാളിപ്പോയി. ലക്ഷ്യം നല്ലത്, മാർഗം മോശമായി പോയി. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അവരുടെ കരച്ചിൽ വ്യാജ കരച്ചിലായിരുന്നു, ആത്മാർത്ഥതയില്ലാത്ത കരച്ചിലായിരുന്നു. അള്ളാഹു എന്ത് പണിഷ്മെന്റാ കൊടുത്തത്? അവസാനം സത്യത്തിൽ കരയേണ്ടി വന്നു. സത്യത്തിൽ അവര് കരയേണ്ടി വന്നു. ശ്രദ്ധിച്ചോ, കാപട്യത്തിന്റെ കരച്ചിലുണ്ടല്ലോ നമ്മുടെ. ആളുകളെ കാണുമ്പോ നമ്മൾ കാപട്യത്തിന്റെ കരച്ചിലുണ്ടല്ലോ, ആത്മാർത്ഥതയില്ലാത്ത കരച്ചിലുണ്ടല്ലോ. അത് നല്ല കാര്യത്തിനാകാം, പക്ഷേ ആ നല്ല കാര്യത്തിനാണെങ്കിൽ പോലും ആത്മാർത്ഥതയില്ലാത്ത കരച്ചിലാണോ, നാളെ നമ്മൾ ഒറിജിനലായിട്ട് കരയേണ്ടി വരും. ഈ 10 സഹോദരങ്ങളും യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന ആ അന്ന് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെട്ട ആ കുഞ്ഞു ബാലൻ വളർന്നു വലുതായി ഈജിപ്തിന്റെ അധികാര സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ആ പ്രിയപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്നിട്ട് പൊട്ടിക്കരയേണ്ടി വന്നു. ഞങ്ങൾക്കൊന്ന് പാപമോചനം തേടുവോ ഞങ്ങളുടെ സഹോദര എന്ന് ചോദിച്ചിട്ട്. അള്ളാഹു ആ രീതിയിൽ നമുക്ക് പാഠം പഠിപ്പിക്കും നമ്മെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പരിചയപ്പെടുത്തിയ 2 കരച്ചിലുണ്ട്. ഒന്ന് ആത്മാർത്ഥതയുള്ള കരച്ചില്. ആ ആത്മാർത്ഥതയുള്ള കരച്ചിലാണെങ്കിൽ അല്ലാഹു തആല നമുക്ക് ഭൂമിയിൽ ചെയ്യാതെ തന്നെ പ്രതിഫലം അല്ലാഹു തരും. നമ്മൾ ഒന്നും ചെയ്യാതെ നമുക്ക് അല്ലാഹു പ്രതിഫലം തരും. മറിച്ച് നല്ല കാര്യത്തിനാണെങ്കിൽ പോലും നമ്മളുടെ കാപട്യത്തിന്റെ കണ്ണുനീര് നമ്മളെ നാളെ കണ്ണുനീര് കുടിപ്പിക്കും. അത് വിശുദ്ധ ഖുർആൻ 2ഉം പരിചയപ്പെടുത്തി. അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള കണ്ണുനീരായി നമ്മുടെ കണ്ണുനീര് മാറട്ടെ, അല്ലാഹു മാറ്റിത്തരട്ടെ. ആത്മാർത്ഥമായി കരയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല
നമ്മളോട് പറഞ്ഞിട്ടുള്ള കരയാൻ വേണ്ടി പറഞ്ഞ 4 സ്ഥലങ്ങൾ ഇൻഷാ അല്ലാഹ് ഖുർആൻ മാത്രം 4 സ്ഥലങ്ങൾ ഇന്ന് വിശദീകരിക്കും. അള്ളാഹു നമുക്ക് ആ 4 സ്ഥലങ്ങളിലും നന്നായിട്ട് കരയാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒന്നാമത്തേത് നമ്മൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടും നമ്മൾ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഇന്നുവരെ മനസ്സിലാക്കാത്ത ഒരു സ്ഥലമാണ് ഒന്ന്. എപ്പോഴെന്നറിയോ? സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി ഒന്നാമത്തെ സ്ഥലം എവിടെയാ? ഞാൻ എന്റെ റബ്ബുമായിട്ട് അടുക്കുന്നത് എപ്പോഴാണെന്നറിയോ? കൂടുതൽ എപ്പോഴാ? നിങ്ങൾ നിങ്ങളുടെ റബ്ബുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണ്? ഹജ്ജിന് പോകുമ്പോഴാണോ? ഹജ്ജിന് പോകുമ്പോ ഒരു തുണി ഉടുത്ത് ഒരു മേൽമുണ്ട് മാത്രം തോളിൽ ചുറ്റി ഒരേ ഒരു മന്ത്രത്തോടുകൂടി ഇവിടത്തെ അടിമയും ഉടമയും മുതലാളിയും തൊഴിലാളിയും യജമാനനും ഇവിടത്തെ കറുത്തവനും വെളുത്തവനും പണ്ഡിതനും പാമരനും സ്ത്രീയും പുരുഷനും എല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിലെത്തുന്ന ആ ഹജ്ജ് നാളിലല്ല നമ്മൾ പടച്ചവനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൂട് സമയത്ത് തൊണ്ട പൊട്ടിക്കീറുമ്പോഴും വീട്ടിൽ നമ്മുടെ കൈവശം നല്ല തണുത്ത പാനീയം ഇരിക്കുമ്പോഴും വേണ്ട, എന്റെ റബ്ബ് ഇപ്പൊ കുടിക്കരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുന്ന നോമ്പുണ്ടല്ലോ, ആ വ്രതശുദ്ധിയിലാണോ അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്? അല്ല. 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിൽ നിന്ന് 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി കൊടുത്തു വീടുന്ന സക്കാത്ത് കൊടുക്കുന്ന സമയത്താണോ നമ്മൾ അള്ളാഹുമായിട്ട് അടുക്കുന്നത്? അല്ല. എപ്പോഴാണ് നമ്മൾ പടച്ചവനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദു. ഒരു അടിമ തന്റെ ഉടമസ്ഥനായ അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നവരെപ്പോഴെന്നറിയോ? വഹുവ സാജിദു. അവന് സുജൂദിൽ കിടക്കുമ്പോഴാ. അല്ലാഹുവിന്റെ മുന്നിൽ അവന് സുജൂദിൽ കിടക്കുന്ന രീതി എങ്ങനെയെന്നറിയോ? രാജ്യത്തിന്റെ ഭരണാധികാരിയാ, സൗദി കിരീടാവകാശിയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നനാണ് ബ്രൂണൈ സുൽത്താൻ. സഹോദരങ്ങളെ, കക്കൂസിന്റെ ക്ലോസറ്റ് പോലും സ്വർണം പൂശിയാള്, കക്കൂസിന്റെ ക്ലോസറ്റ് പോലെ സ്വർണം പൂശിയ ലോകം കണ്ട ഏറ്റവും വലിയ ധനികന്മാരിൽ ധനികനായ ആളുകൾ പോലും അധികാരത്തിന്റെ ഏറ്റവും വലിയ ഇന്ദ്രപ്രസ്ഥത്തിനകത്ത് വിരാജിക്കുന്നവര്, വിദ്യാഭ്യാസ വിചക്ഷണന്മാര്, സാമ്പത്തികമായ മേൽക്കോയ്മ നേടിയവര്, അധികാരമുള്ളവര്, ആത്ഭലമുള്ളവര്, എല്ലാ തികഞ്ഞെന്ന് നടിക്കുന്നവര്, ഇവരെല്ലാം അള്ളാന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്നത് എങ്ങനെയെന്നറിയോ? സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എഴഞ്ഞു നടക്കും പോലെയല്ലേ സുജൂദിൽ കിടക്കുക? നടക്കപ്രായമെത്താത്ത പിച്ച വയ്ക്കാത്ത പൊന്നുമക്കൾ എങ്ങനാണ് സഹോദരങ്ങളെ വീടിന്റെ അകത്തളങ്ങളിൽ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4 കാലിൽ നടക്കുക എന്ന് പറയുമല്ലോ. കാൽമുട്ട് നിലത്തൂന്നിയിട്ട് കൈവെള്ള നിലത്തൂന്നിയിട്ട് ആ കുഞ്ഞിങ്ങനെ നടക്കാറുണ്ടല്ലോ. 4 കാലിൽ ഇങ്ങനെ നടക്കാറുണ്ടല്ലോ. സഹോദരങ്ങളെ, അതുപോലെയാണ് ഒരു മനുഷ്യ സുജൂദിൽ കിടക്കുന്നത്. അധികാരം അവനുണ്ടായിരിക്കാ, സമ്പത്തുണ്ടായിരിക്കാ, പ്രശസ്തനായിരിക്കാ, പ്രസിദ്ധനായിരിക്കാ, എല്ലാ പണവും പത്രാസും അവനുണ്ടായിരിക്കാ, സമ്പത്തും സന്താനങ്ങളും അവനുണ്ടായിരിക്കാം. പക്ഷേ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ കിടക്കുന്ന കോലം എങ്ങനെയാണ്? ഒരു കുഞ്ഞു മുട്ടിലിടയുന്നത് പോലെയാ കിടക്കുന്നത്. എന്നിട്ട് ആരുടെ മുന്നിലും കുനിക്കാത്ത തലയുണ്ടല്ലോ, ഒരു ഭരണാധികാരിയുടെ മുന്നിലും കൊണ്ട് കുനിക്കാത്ത തലയുണ്ടല്ലോ. ആ തല കൊണ്ടുവന്ന് നിലത്ത് വെക്കുകയാ. ആ തല നിലത്ത് വെച്ചിട്ട് അവന്റെ പൃഷ്ഠഭാഗത്തെ ഉയർത്തി വെക്കുകയാ. എന്നിട്ട് അവൻ അല്ലാഹുവോട് പറയുന്നത് എന്താണ്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ലോകത്ത് അത്യുന്നതന് നീ മാത്രമാണ് തമ്പുരാന്, നീ അല്ലാതെ അത്യുന്നതന് വേറെ ആരുമില്ല അല്ലാഹ്. എന്റെ എല്ലാ ഉത്തരവാദിത്വവും നിനക്കാണ് തമ്പുരാന്. ഒരു ഭരണാധികാരിക്ക് ഞാനത് കൊടുത്തിട്ടില്ല, ഒരു ഭരണവർഗ
മറുകത്തിന് ഞാനത് കൊടുത്തിട്ടില്ല, ഒരു അധികാരിക്ക് ഞാനത് കൊടുത്തിട്ടില്ല, ഒരു മേധാവിക്ക് ഞാനത് കൊടുത്തിട്ടില്ല, ഒരുത്തനും ഞാൻ എന്റെ അധികാരം കൊടുത്തിട്ടില്ല. നീയാണ് അത്യുന്നതന തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് സുജൂദിൽ വീഴുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഇസ്റാ പറയുകയാണ്, സഹോദരാ വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂആ. സങ്കടങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാനുള്ള സ്ഥലം എവിടെയെന്നറിയോ? അവന് പടച്ചവനുമാകട്ടെ ഏറ്റവും കൂടുതൽ അടുക്കുന്നിടത്തു വെച്ച അതെപ്പോഴാണ്? സുജൂദിലാണെങ്കിൽ. സൂറത്തുൽ ഇസ്റായിലൂടെ 159 ആയത്തിലൂടെ അല്ലാഹ് പറയുകയാണ്, വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ. അവനതാ അവന്റെ ശരീരമാസകല് അവൻ അല്ലാഹുവിന് വേണ്ടി ഇട്ടതാ താഴ്ഭാഗത്തേക്ക് അവനെ എല്ലാ നിലയിലും കുമ്പിട്ടുകൊണ്ടവനെ കരയുകയാണ്. അവനവന്റെ ശിരസ് മുഴുവനും കുമ്പിട്ടുകൊണ്ടവനെ കരയുകയാണ്. ഭയഭക്തിയുടെ ഏറ്റവും വലിയ പാരമ്യതയിൽ അവനെ എത്തിച്ചേരുകയാ. സഹോദരങ്ങളെ, സുജൂദിൽ കിടന്ന് കരയാൻ നമുക്ക് കഴിയണം. ഒരുത്തന്റെ മുമ്പിൽ നമ്മൾ കരയണ്ട. നമ്മുടെ കണ്ണുനീര് പടച്ചവന്റെ മുന്നില് അത് അല്ലാഹുമാകട്ടെ ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കുന്ന സമയമാകുന്ന സുജൂദിൽ തന്നെ മതി. അതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം തുർമുദി റഹിമഹുല്ലാഹ് പറയുകയാണ്, 2 തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. 2 തുള്ളികൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഏതാ 2 തുള്ളികൾ എന്നറിയോ? അതിൽ ഒന്നാമത്തേത് ഖത്റത്തുൻ മിന ദുമൂഇൻ ഫീ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പടച്ചതമ്പുരാനെ ഭയന്നുകൊണ്ട് ആ പടച്ചതമ്പുരാനോടുള്ള ഖുശൂഇന്റെ പേരിൽ ഒരു മനുഷ്യൻ ഒഴുക്കുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ. ഒരുപാടൊന്നും വേണ്ട എന്റെ പ്രിയപ്പെട്ട ഉപ്പളക്കാരാ, ഒരുപാടൊന്നും വേണ്ട പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലക്കാരിയെ, ഒരു കണ്ണുനീർ തുള്ളി മതി. വേണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മിസ്ലു റഅസി ദുബാബി, ഒരു ഈച്ചയുടെ തലയുടെ വലിപ്പത്തിന് മതി എന്നാണ്. അങ്ങനെ അരക്കണ്ണുനീരൊഴുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു കണ്ണുനീരൊഴുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് പടച്ചവന്റെ ഖശിയത്തിലാണെങ്കിൽ ഭയഭക്തി കൂടാൻ വേണ്ടിയിട്ട് അവന് സുജൂദിൽ കിടക്കുമ്പോ കരയണമെന്ന് വിശുദ്ധ ഖുർആൻ ഇസ്റാ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹി ഹത്താ യഊദൽ ലബനു ഫിൽ അർഈ. ഒരു ഉദാഹരണം, ഇത്രയും വലിയൊരു ഉദാഹരണം ശ്രദ്ധിച്ച്, ഇത്രയും വലിയൊരു ഉദാഹരണം അള്ളാന്റെ ഹബീബ് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങളൊക്കെ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ? ഒന്ന് പറയെങ്കിൽ അല്ലേ ഒരു സുഖമുള്ളൂ. ഞാൻ കേരളത്തിന്റെ അങ്ങേയറ്റം, നിങ്ങൾ കേരളത്തിന്റെ ഇങ്ങേയറ്റം. പക്ഷെ നമ്മൾ അൽഹംദുലില്ലാ ഒരു സ്റ്റേറ്റുകാരാണ്, ഒരു സംസ്ഥാനക്കാരാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് പറയും, മലയാളം തന്നെയാണ്. നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോ എന്താ നമുക്ക് അത്യാവശ്യമായി വേണ്ടത്? മൊബൈലാ. സ്നേഹമുള്ളവരെയൊക്കെ വിളിക്കാൻ വേണ്ടി മൊബൈൽ എടുക്കും, അത് സഹജമാണ്. പക്ഷെ ചിലർക്കൊക്കെ ഒരു പ്രത്യേകതയുള്ളത്, അവർക്ക് നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണം. അസർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണം. ഇത് ചില ആളുകൾക്ക് അവരുടെ ദൗർബല്യമാണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മദ്യപാനിക്ക് കള്ള് കിട്ടാത്ത, കഞ്ചാവടിക്കുന്നവന് കഞ്ചാവ് കിട്ടാത്ത അതേ അവസ്ഥയാണ് ചായ കുടിക്കുന്ന, സ്ഥിരം ചായ കുടിക്കുന്നവർക്ക് ചായ കിട്ടിയില്ലെങ്കിൽ സഹിക്കാൻ പറ്റൂല. എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വിശുദ്ധ ഉംറയ്ക്ക് ഒരു സഹോദരൻ എന്റെ റൂമിന്റെ അടുത്തുണ്ടായിരുന്നു. ആ റൂമിനടുത്ത് അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമ്മുടെ സൗദിയിലെ മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയുടെ അടുത്തുള്ള ചായക്കടകളിൽ നിന്ന് കിട്ടുന്ന ചായയൊന്നും അവർക്ക് പോരാ. അവർക്ക് നാട്ടിലെ ചായ തന്നെ വേണം.
പല രീതിയിലാണ് ചായ. ഞങ്ങളുടെയൊക്കെ നാട്ടില് ചായ ഒഴിക്കുന്നവന് പ്രത്യേകം അവന് സമ്മാനം കൊടുക്കണം. കാരണം അങ്ങനെ ഉയർത്തിയും താഴ്ത്തിയൊക്കെ അടിച്ചിട്ടാ നമുക്ക് തരിക. ഇവിടെ അങ്ങനെയൊന്നുമല്ല. വെള്ളം വീട്ടുന്നു, പൊടിയിടുന്നു, എടുത്ത് നേരെ തരുന്നു. അവിടെ അങ്ങനെയല്ല. അവിടെ എത്രത്തോളം ഇത് അടിക്കാൻ പറ്റുമോ അത്രത്തോളം അവന് ടേസ്റ്റ് കൂടുമെന്നാണ് നമ്മുടെ നാട്ടുകാരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഈ ചായക്ക് വേണ്ടി പാല് കറന്നെടുക്കുമല്ലോ, പാല് കറന്നെടുക്കും. ഞാൻ വെല്ലുവിളിക്കുകയാണ്, കാസർഗോഡ് ജില്ലയിൽ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. ഈ കാസർഗോഡ് ഉപ്പളയില് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും, ഈ സ്ഥലത്തിന്റെ പേരെന്താ, പാറക്കട്ടെ, പാറക്കട്ട, ഈ പാറക്കട്ടയിലെ ആർക്കെങ്കിലും ഞാൻ വെല്ലുവിളിക്കാൻ ധൈര്യപ്പുണ്ട്. ഖത്തീബുണ്ട്, അബ്ദുള്ള ഖാസിമിയുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. ഇത് ലൈവാണ്, ആർക്ക് വേണം ഏറ്റെടുക്കാം. ചലഞ്ചാണ്. നിങ്ങൾ പറയുന്നത് ഞാൻ തരും. പശുവിന്റെയോ ആടിന്റെയോ ഒട്ടകത്തിന്റെയോ എരുമയുടെയോ പാല് കറന്നെടുത്തിട്ട് ആ പാല് തിരിച്ച് എനിക്ക് ഇത്ര വേണ്ട, ഒരു 2 ഗ്ലാസ് പാലിന്റെ ആവശ്യമേ ഉള്ളൂ, ബാക്കി തിരിച്ച് അകിടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പശുവിന്റെയോ ആടിന്റെയോ അകിടിലേക്ക്, അകിടെന്നല്ലേ പറയാ, അകിടിലേക്ക് തിരിച്ച് ആ പാലിനെ തിരിച്ച് കയറ്റാൻ ഈ ഉപ്പളയിലുള്ള ആർക്കെങ്കിലും കഴിയും? സിറിഞ്ച് വെച്ച് അടിച്ചാ കേറുവോ? അത് കൃത്യമായ ആ ചാനലിലൂടെ തന്നെ തിരിച്ചു പോകുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. ഒരിക്കലും മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലേക്ക് കയറ്റാൻ പറ്റാത്തത്. അത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഒരിക്കലും പറ്റില്ല എന്നതുപോലെ എത്ര ഉദാഹരണമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ല. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരച്ചിൽ ഒരു തുള്ളി കണ്ണുനീര് വന്ന ഒരുത്തൻ, ഒരൊറ്റ തുള്ളി കണ്ണുനീര്, അല്ലാഹനെ പേടിച്ചുകൊണ്ട് കണ്ണീര് മതി, ഒരൊറ്റ തുള്ളി, ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഏതുപോലെ കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലോട്ട് കയറാത്തത് പോലെ. ഇതിനപ്പുറം ഇനി എന്താ പറയേണ്ടത്? ഇനി ഇതിനപ്പുറം എന്ത് വ്യാപ്തിയാ റസൂലുള്ള പഠിപ്പിക്കേണ്ടത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കേണ്ടത് വരുമ്പോ നമുക്ക് വിശദീകരിക്കാം. സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ടത് അള്ളാന്റെ മുമ്പിലാ. ഏറ്റവും കൂടുതൽ റബ്ബുമായിട്ട് നമ്മുടെ കണക്ഷനുള്ളത് സുജൂദിലാ. അതുകൊണ്ട് അള്ളാന്റെ ഖുർആൻ പറയുന്നു, യഖ്റൂന ലിൽ അദ്ഖാനി യബ്കൂൻ വയസീദുഹും ഖുശൂഅ. സുജൂദിൽ നിങ്ങൾക്ക് വിങ്ങിപ്പൊട്ടാൻ കഴിയുമെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര്. മദ്ഹബുകൾ വ്യത്യാസം വരുന്നുണ്ട്. പൊട്ടിച്ചിരിച്ചാൽ നിസ്കാരം ഖളാകുന്നത്, നിസ്കാരം ഖളായി പോകുന്നത് ഷാഫി മദ്ഹബിന്റെ നിയമമാണ്. പൊട്ടിച്ചിരിച്ചാൽ നിസ്കാരം ഖളായി, അല്ല നിസ്കാരം ബാത്തിലായി, നിസ്കാരം ബാത്തിലായി. ഈ നിസ്കാരം ബാത്തിലാകുന്നത് ഷാഫി മദ്ഹബിലാണ്. ഹനഫി മദ്ഹബിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ച ഒളു മുറിയും. ഹനഫിയിൽ അബ്ദുള്ള ഖാസിമി ഹനഫി മുസല്ലയിൽ ഒരുപാട് ഇമാമത്ത് നിന്നിട്ടുള്ള ആളാണ്. നോക്കെ 2 മദ്ഹബ. ഷാഫി മദ്ഹബില് നിസ്കാരത്തിൽ പൊട്ടിച്ചിരിച്ചാൽ ആ നിസ്കാരം ബാത്തിലായി, കൈയഴിച്ചിട്ട് ഒന്നുകൂടെ കെട്ടി നിസ്കരിച്ചാൽ മതി. ഹനഫി മദ്ഹബില് ഒളു തന്നെ പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ ഷാഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരത്തിൽ നമ്മൾ കരയുമ്പോ ശബ്ദം പുറത്തു വന്ന നിസ്കാരം ബാത്തിലാണ്. പക്ഷെ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയണ്ടല്ലോ. പടച്ചവന്റെ മുന്നിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ സുജൂദിൽ കിടന്ന് കരയാ, കണ്ണുനീരൊലിപ്പിക്കാ. നമ്മുടെ കണ്ണുനീര് ആ സുജൂദിലൂടെ മുസല്ല നനയട്ടെ, നിസ്കാര സ്ഥലം നനയട്ടെ. നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്ന ഇടം സുജൂദ് തന്നെയാ. അതുകൊണ്ട് ഒന്നാമത്തെ സ്ഥലം അത് തന്നെയാണ്. ഇനി ഞാൻ പറയട്ടെ, രണ്ടാമത്തേത് എപ്പോഴും അറിയോ സഹോദരങ്ങളെ? സൂറത്തുൻ നജ്മിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയതാണ് രണ്ടാമത്തേത്. സൂറത്തുൻ നജ്മ് 57-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, മറക്കല്ലേ, 4 സ്ഥലങ്ങളിൽ രണ്ടാമത്തെ സ്ഥലം ഏതെന്നറിയോ? അല്ലാഹു പറയുകയാണ്, അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി
കാശിഫാ അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂ വതൽഹഖൂന വലാ തബ്കൂ. സൂറത്തുൻ നജ്മിലൂടെ അല്ലാഹ് ചോദിക്കുകയാ, അസിഫത്തിൽ ആസിഫ, ഇതാ ലോകാവസാനം ആസന്നമായിരിക്കുകയാ എന്നായിരുന്നു പറഞ്ഞതെന്ന് കൂടി മനസ്സിലാക്കണം. 2024 ജനുവരി മാസം 2-3 തീയതിയിൽ പറഞ്ഞതല്ല, 2-ാം തീയതി പറഞ്ഞതല്ല, നാളത്തെ 4-ാം തീയതി പറയുന്നതല്ല. പിന്നെയോ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഒരു സഹസ്രാബ്ദത്തിന് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുകയാണ്, അസിഫത്തിൽ ആസിഫ, ഇതാ ലോകാവസാന ആസന്നമായിരിക്കുകയാ. അത് പറഞ്ഞിട്ട് 1400 വർഷം കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ഇല്ല, ഇനിയും എത്രയോ കോടി വർഷങ്ങൾ ഉണ്ടെന്നാ. ഇല്ല, അല്ല അമ്മേ പറയുന്നത് ഇതാ അടുത്തെത്തിയിരിക്കുന്നു. അസിഫത്തിൽ ആസിഫ, ആസന്നമായിരിക്കുകയാണെന്നല്ല പറഞ്ഞിട്ട് പറയുന്നു, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. ആ ലോകാവസാനത്തെ തടഞ്ഞു നിർത്താ ഭൗതിക കണ്ടുപിടുത്തങ്ങൾക്കോ ചൈനയിലെ കണ്ടുപിടുത്തങ്ങൾക്കോ അല്ലെങ്കിൽ ബുദ്ധരാക്ഷസന്മാരുടെ കണ്ടുപിടുത്തങ്ങൾക്കോ കഴിയില്ല. അല്ലാഹ് പറയുന്ന ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, അതിനെ തടഞ്ഞു നിർത്താൻ അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. എന്നിട്ട് അല്ലാഹു പരലോകത്തിന്റെ ഭീകരതയെ വിശദീകരിക്കുകയാ. ആ തീരുമാനം വന്നാൽ അല്ലാഹുവിനല്ലാതെ തടഞ്ഞു നിർത്താൻ ലോകത്താർക്കും തന്നെ കഴിയില്ല. അത്രയും വലിയ ഭീകരമായ പരലോകത്തിന്റെ ആഖിറത്തിന്റെ അവസാന ലോകത്തിന്റെ നിമിഷം ഇതാ ആസന്നമായിരിക്കുകയാ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കുന്നൊരു ചോദ്യമാണ്, അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂ. നിങ്ങൾ അത്ഭുതത്തോടെ ഈ വാർത്ത കേട്ടിട്ട്, ഈ അത്ഭുതത്തോടെ ഈ വാർത്ത നിങ്ങൾ കേട്ടിട്ട് എന്തേ തൽഹഖൂന വലാ തബ്കൂ, കരയാതെ ചിരിക്കുകയാണോ പൊട്ടന്മാരെ? അല്ലാഹ് ചോദിക്കുകയാണ്. ഇതാ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലോകാവസാനം ആസന്നമായിരിക്കുകയാണ്. അതിനെ തടഞ്ഞു നിർത്താൻ പടച്ചവനല്ലാതെ കഴിയൂല. ആകാശം പൊട്ടിപ്പിളരും, ഭൂമി പൊട്ടിക്കീറും, നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം ഇളകി വീഴും, കടല് മുഴുവൻ കത്തിക്കപ്പെടും, പർവ്വതങ്ങളെല്ലാം തകോനൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂർ, നീലഗിരിയെല്ലാം അപ്പപ്പം പാടി പോലെ പറന്നു നടക്കുമെന്നാണ്. അങ്ങനെയുള്ള ഭീകരമായ പരലോകം ഇതാസന്നമാണ്. ഇതെല്ലാം അത്ഭുതകരമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ തൽഹഖൂന വലാ തബ്കൂ, ആഖിറത്തെ പറ്റി നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ എന്തേ കരയാതെ ചിരിക്കുന്നടാ പൊട്ടന്മാരെ? അല്ലാഹ് ചോദിക്കാൻ. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ കരയേണ്ടത് ആഖിറത്തിനെ ഓർത്തിട്ടാണ്. പടച്ചവനെ എത്തിപ്പോയല്ലോ, അത് ആ അവസാന ദിവസം എത്തിപ്പോയല്ലോ. നിങ്ങൾ നോക്ക്, ഏത് അടയാളമായി ഇനി വരാനുള്ളത്? ലോകാവസാനത്തിന്റെ സകല അടയാളങ്ങളും വന്നില്ലേ? ലോകാവസാനത്തിന്റെ അടയാളം എന്താ? നട റോഡിൽ വ്യഭിചരിക്കുന്ന കാലം, കാലം. അന്ന് ആ നാട്ടിലെ ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ളവന്റെ അടയാളം, അവൻ വന്നിട്ട് ഈ വ്യഭിചരിക്കുന്ന ആളുകളോട് പറയുമത്രേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിക്കടന്ന് ചെയ്തൂടെ, ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇങ്ങനെ പറയുന്നവനാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തഖ്വയുള്ളവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് വന്നോ ഇല്ലേ? നിങ്ങൾ പറ. വന്നില്ലെങ്കിൽ രാവിലെ വാ, കാസർഗോഡ് ബസ് സ്റ്റാൻഡിന്റെ അവിടെ വാ, കാണിച്ചു തരാം. എത്ര പ്രാദേശിക ചാനലിൽ വന്നതാ പൈങ്കിളികള് സ്കൂളിൽ പോകാതെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് റസൂലുള്ള പറയുന്നു, ചോദിക്കാൻ ഒരുത്തനുമില്ല. ചോദിച്ച അപ്പോഴേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു സംഭവമാണ്. എന്റെ കൂടെ വന്ന താജുദ്ദീൻ സാഹിബ് നെല്ലിക്കട്ട അന്ന് എന്നോട് ഈ വാർത്ത ഇട്ട് തന്നിട്ട് കാണാൻ വേണ്ടി പറഞ്ഞു. ഒരു കടക്കാരൻ സഹി കെട്ടിട്ട്, അയാൾക്ക് മക്കളും വേറെ മക്കളും ഒക്കെ ഉള്ളതല്ലേ, വന്നിട്ട് അയാള് ചോദിച്ചു, ഇത് മോശമല്ലേ മക്കളെ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ ചെയ്യാ? അയാളെ കേസിന് കൊടുത്തല്ലേ, അയാൾക്കെതിരെ കേസ് കൊടുത്തു. ഇല്ലെങ്കിൽ വഴി തടഞ്ഞു നിർത്തി അടിക്കും. സദാചാര പോലീസാകാൻ ആരെയും അനുവദിക്കുന്നില്ലല്ലോ. അപ്പൊ തഖ്വയുള്ളവർ
ജീവിതത്തിൽ വളരെ വിരളമാണ്. അങ്ങനെ ഉള്ള ആളുകൾ, അത്രയും തക്കവുള്ള ആളുകൾ എന്ത് ചെയ്യും? വന്നിട്ട് പറയും, മക്കളെ ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൂടെ എന്ന് ചോദിച്ചിട്ട് പോകുന്നവരാ. പക്ഷെ അത് കണ്ടിട്ടും അത് കണ്ട് ഇപ്പുറത്ത് നിന്ന് സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് കാണാത്തത് പോലെ പോവുകയോ ചെയ്യുന്നവന്റെ അവസ്ഥ എന്താ? തഖ്വയില്ലാത്തവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തഖ്വയുള്ളവന്റെ അടയാളം എന്താ? ഓടി അങ്ങോട്ട് ചെന്നിട്ട് പറയും, മോനെ ഇത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്നതാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മുത്തഖി. ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഞാൻ പറയട്ടെ, സ്ത്രീകൾ ബിസിനസ് മാർഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, സ്ത്രീകൾ ബിസിനസ് മാർഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇന്ന് സെയിൽസ് ഗേൾസ് പോട്ടെ, ഇന്ന് റിസപ്ഷനിസ്റ്റുകൾ അതും പോട്ടെ, ഇന്ന് ബിസിനസ്സുകൾ സ്വന്തമായി തുടങ്ങുന്ന സ്ത്രീകൾ, അത് തെറ്റാണോ ശരിയാണോ? കുടുംബ ബന്ധത്തിന്റെ ഭദ്രതയല്ലേ? ഭർത്താവ് നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ മക്കളെ പോറ്റണ്ടേ? അതൊക്കെ രണ്ടാമത്തെ വിഷയം. ആ കാലഘട്ടം ലോകാവസാനത്തിന്റെ അടയാളമെന്നാണ്. എന്നാ ഞാൻ മറ്റൊന്നുകൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പള്ളികളും കമ്പോളങ്ങളും അടുത്തടുത്ത് വരിക, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളികളും കമ്പോളങ്ങളും. കാസർഗോഡ് ജില്ലയിൽ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ. ഉമ്മായും വാപ്പായും ഒഴിച്ച് ബാക്കി കിട്ടൂലേ? കാസർഗോഡ് ജില്ലയിൽ കിട്ടാത്ത ഒരു ചെറിയ പെട്ടിക്കട കുമ്പളയിൽ, എന്റെ ഒരു പ്രിയ സുഹൃത്ത്, അവിടെ ഞാനൊരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി കയറുമ്പോ ഒരു ചെറിയ കട, അതിനകത്ത് എല്ലാം ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പോണായിരുന്നു. ഇന്ന് ഇതെല്ലാം നമ്മുടെ മുമ്പിലെത്തി. എല്ലാ കമ്പോളങ്ങളും അടുത്തു വന്നു. ഈ പള്ളിയിൽ, ഈ ഖദർ പള്ളിയിൽ ബാങ്ക് വിളി തുടങ്ങുമ്പോൾ ഇവിടെ നിന്നിറങ്ങിയാൽ ഓരോ കലിമത്തുകൾ നമുക്ക് കേൾക്കാൻ അടുത്തടുത്ത പള്ളികളുണ്ട്. അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങിയാൽ അടുത്ത പള്ളിയെത്തും അശ്ഹദു അല്ലാ ഇലാഹ വിളിക്കും. തൊട്ടടുത്ത പള്ളിയെത്തി അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി വിളിക്കും. അടുത്ത പള്ളിയെത്തും ഹയ്യ അലൽ സ്വല വിളിക്കും. അടുത്ത പള്ളിയെത്തും ഹയ്യ അലൽ ഫല വിളിക്കും. കാരണം എന്താണ്? എല്ലാ സ്ഥലങ്ങളിലും പള്ളികളായി. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇത് അലാമത്തു സാഅയാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ആസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂന വതൽഹഖൂന വലാ തബ്കൂൻ. കരയാതെ ചിരിക്കാണോ നിങ്ങള്? ഈ അത്ഭുതങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് എന്തേ ചിരി വരുന്നത്? കരയാത്തതെന്തേ എന്ന് പറഞ്ഞാൽ ആഖിറത്തെ പറ്റി ഓർത്തിട്ട് കരയണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്ന. രണ്ടാമത് കരയേണ്ട സ്ഥലം എവിടെയാണ്? ഒന്ന് സഹോദരങ്ങളെ സുജൂദിൽ കിടന്നുകൊണ്ടാണ്. രണ്ടാമത് ആഖിറത്തെ പറ്റി ഓർത്തുകൊണ്ടാണ്. ഒരു ദിവസം നബിയും സഹാബത്തും നടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട സഹാബാക്കൾ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുകയാ. എന്നിട്ട് അവരോട് പറഞ്ഞു, സഹാബാ ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഞാൻ ചിന്തിച്ചത് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, പൊന്നു സഹാബത്തേ ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ. നിങ്ങൾ കുറഞ്ഞേ ചിരിക്കോളൂ, ധാരാളം കരയുമായിരുന്നെന്ന് റസൂല് പറഞ്ഞപ്പോ പാവപ്പെട്ട സഹാബാക്കളെ കരയാൻ തുടങ്ങി. അവര് പിന്നെ ചിരിക്കാതെയായി. അവര് കരഞ്ഞ് 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 അവരുടെ ജീവിതം തന്നെ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോ അല്ലാഹു തന്റെ പ്രിയപ്പെട്ട ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, നബിയേ അവരോട് ചെന്നിട്ട് പറയുക, എന്റെ കാരുണ്യത്തിൽ നിരാശരാകരുതെന്ന് പറയുക. അല്ലാഹുവിന്റെ റസൂൽ അത് പറയോളം അവര് കരഞ്ഞതല്ലേ. അശ്റഫുൽ മുബശ്ശരീങ്ങളെ നിങ്ങൾക്കറിയുമല്ലോ ആരൊക്കെയാണ്? ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാൻ ബിൽ കറമി സഈദിൻ സഈദിൻ സുബൈരിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ നാശിരിൽ കറമി. അല്ലാഹുവിന്റെ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 പേര്. ആ 10 പേരും സ്വർഗത്തിന്റെ പാസ് ദുനിയാവിൽ വെച്ച് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാ.
ഈ 10 പേരുടെയും ചരിത്രം പരിശോധിക്ക്. ഈ ചരിത്രത്തിൽ കാണാം ഈ 10 പേരും ജീവിതത്തിൽ കരഞ്ഞവരായിരുന്നു. ഈ 10 പേരും ജീവിതത്തിൽ കുറച്ച് ചിരിച്ചവരും ധാരാളം കരഞ്ഞവരുമായിരുന്നു എന്നാ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്നത് നേരിട്ട് നരകവും നേരിട്ട് സ്വർഗവും നിസ്സാരമാണെന്ന് കരുതരുത്. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ആ ചിത്രങ്ങൾ വളരെ വ്യക്തമായി നേരിട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നരകവും സ്വർഗവും ഇപ്പൊ ഉണ്ടാ? അത് പിന്നീട് ഉണ്ടാവുന്ന കാര്യമല്ലേ? അല്ലെ, എങ്ങനെയല്ലേ? സ്വർഗം ഇപ്പൊ ഉണ്ടാ? സ്വർഗം ഇപ്പോഴുണ്ടോ? ഏറ്റവും കൂടുതൽ വാഴ കിടക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. സ്വർഗം നിലവിലുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? സ്വർഗം നിലവിലുണ്ട്. ഓരോ റമളാനിലും അതിനെ മോടി പിടിപ്പിക്കുന്നല്ലേ? ഓരോ റമളാനിലും അതിന് മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കും. നരകം നിലവിലുണ്ട്. നരകം നിലവിലുണ്ട്. ആ നരകവും സ്വർഗവും നേരിട്ട് കണ്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുശാഹദത്തൻ വ തഹ്ഖീഖൻ നേരിട്ട് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വളരെ കുറഞ്ഞ് ചിരിക്കുകയും ഒത്തിരി കരയുകയും ചെയ്തിരുന്നു. എന്താ കാരണം? മുശാഹദത്തൻ വ മുആയനത്തൻ വ തഹ്ഖീഖൻ അല്ലാഹുവിന്റെ സ്വർഗവും നരകവും കണ്ടതുകൊണ്ടാണ്. നമ്മൾ ഇതൊന്നും കാണാത്തത് കൊണ്ട് നമുക്ക് നേരെ തല തിരിഞ്ഞു പോയി. കരച്ചിൽ കുറവും ചിരി കൂടുതലും. അതുകൊണ്ട് നേരെ തിരിയണം. ഉൾട്ട നേരെ തിരിഞ്ഞു വാ. എന്നിട്ട് കൂടുതൽ കരഞ്ഞോ, വളരെ കുറച്ച് ചിരിച്ചോ. ഇത് നമ്മുടെ ബാധ്യതയാണ്, ഒരു മുസൽമാന്റെ ബാധ്യതയാണ്. ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ, ആഖിറത്തെ പറ്റിയിട്ടുള്ള ചിന്തയിൽ നമ്മൾ കരയണമെന്നാണ്. ആഖിറത്തെ പറ്റിയിട്ടുള്ള ചിന്തയിൽ നമ്മൾ കരയണമെന്നാണ്. സ്വർഗം കിട്ടിയവര് പോലും അല്ലാഹ് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പായി ആ സ്വർഗത്തിന്റെ പാസ് ലഭിച്ചവര് പോലെ കരച്ചിലല്ലേ. എന്നാൽ ഇനി ഞാൻ പറയട്ടെ, മൂന്നാമത്തെ സ്ഥലമേതെന്നറിയോ? മറക്കല്ലേ, ഒന്ന് സുജൂദിൽ കിടക്കുമ്പോഴാണ് എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രശ്നങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ട് അവിടെ കിടന്ന് തേങ്ങിക്കരയാ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്നാ രണ്ടാമതായിട്ട് ആഖിറത്തിനെ ഓർത്തിട്ടാണ്. അത് സുജൂദിലാകണമെന്നില്ല. അത് വീട്ടിലായാലും മതി, അത് കച്ചവടത്തിലായാലും മതി, അത് വാഹനത്തിലായാലും മതി, എവിടെയാണെങ്കിലും ആഖിറത്തെ ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണീരൊഴുക്കണേ. ഇനി മൂന്നാമത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. മൂന്നാമത് എവിടെയാണെന്നറിയോ? അതല്പം ഞാനൊന്ന് വിശദീകരിക്കുകയാ. മൂന്നാമത് നമ്മൾ കരയേണ്ടത് എപ്പോഴെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മറിയം 58-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാ, വഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ ഖറൂ സുജ്ജദാ വബുകിയാ. അമ്പിയാക്കളെ പറ്റി പറയുന്നതാ, അമ്പിയാ മുർസലീങ്ങളെ പറ്റി പറയുന്ന കഥയാ. എന്താണ്? വഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ, അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മുന്നിൽ ഓതപ്പെട്ടാൽ, ഖുർആൻ ഓതപ്പെട്ടാൽ. നമ്മുടെ മുന്നിൽ ഖുർആൻ ഓതുമ്പോ കരച്ചിലുണ്ടാവണം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് അതേ എന്നോട് പറയാറുണ്ട്, ഖുർആൻ ഓതുമ്പോ എനിക്ക് കരച്ചിൽ വരികയാണ്, അതിനെപ്പറ്റി ഓർക്കുമ്പോഴും എനിക്ക് കരച്ചിൽ വരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തു മറിയമിൽ പറയുകയാണ് അമ്പിയാക്കളുടെ വിശദീകരണം. അമ്പിയാക്കൾ ആരായിരുന്നു? വഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ, അല്ലാഹു സർവശക്തനായ പടച്ചതമ്പുരാന്റെ ആയത്തുകളെ ഓതി കേൾപ്പിക്കുമ്പോൾ ഖറൂ സുജ്ജദം വബുകിയാ, കരഞ്ഞ് അവര് സങ്കടപ്പെട്ട് നമ്രശിരസ്കരായി പോകുമായിരുന്നു. ഇവിടെയൊക്കെ തിലാവത്തിന്റെ സുജൂ, ഈ പറഞ്ഞ 3 ആയത്തുകളും തിലാവത്തിന്റെ സുജൂദുള്ള ആയത്തുകളാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. 14 സ്ഥലങ്ങളിൽ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യണ്ടേ? വേണ്ടേ? റമളാനില് ഖത്മുൽ ഖുർആൻ നടക്കുന്നിടത്തൊക്കെ നമുക്ക് ബോധ്യപ്പെടും. 14 സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദുണ്ട്. ഓതുന്ന സമയത്ത് ഖുർആൻ മടക്കി വെച്ചിട്ട് സുജൂദ് ചെയ്യണം. ആ 14 സ്ഥലങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞ 2ഉം ഈ പറഞ്ഞ 3 സ്ഥലത്തും തിലാവത്തിന്റെ സുജൂദുള്ള സ്ഥലങ്ങളാണ്. അതാണ് അത്ഭുതം. അല്ലാഹു അക്ബർ.
വിശുദ്ധ ഖുർആൻ നമ്മൾ ഇമാമിന്റെ ഓതല് നമ്മൾ ഇമാമിന്റെ പിറകിൽ മഅമൂമായി നിസ്കരിക്കുമ്പോ ഇമാം ഓതുന്ന നമ്മൾ കേട്ടിട്ട് ഇന്ന് വരെ കരച്ചിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇമാമിന് കരയാൻ പറ്റിയിട്ടുണ്ടോ? പ്രസംഗിക്കുന്നവന് കരയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ നോക്ക്, മസ്ജിദുൽ ഹറമില്, പരിശുദ്ധമായ മസ്ജിദുൽ ഹറമില്, അവിടെ ഇമാമത്ത് നിൽക്കുന്ന മസ്ജിദുൽ ഹറമിലെ പ്രവിശാലമായ പള്ളിയുടെ ഇമാമ് അള്ളാഹുവിന്റെ അദാബിന്റെ ആയത്തുകൾ എത്തുമ്പോ, റഹ്മത്തിന്റെ ആയത്തുകൾ എത്തുമ്പോ, അനുഗ്രഹങ്ങളെ പറ്റി പറയുന്ന ആയത്തുകൾ എത്തുമ്പോൾ ആ ഓതല് പൂർത്തിയാക്കാൻ കഴിയാതെ അവർ കരയുന്ന, നിലവിളിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്റർനെറ്റിൽ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഹറമിലെ പള്ളിയുടെ ഇമാമിന്റെ കരച്ചിലെന്ന് ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചാലും മതി, അറബി അറിയാത്തവരാണെങ്കിൽ അങ്ങനെ അടിച്ചാലും മതി. എന്താണ് ഹറമിലെ പള്ളിയിലെ ഹറം ഇമാമിന്റെ കരച്ചിലെന്ന് അടിച്ചു നോക്ക്. അവരുടെ നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ കരച്ചിൽ, അതാണ് കാണേണ്ടത്, അതാണ് എടുത്തു വെച്ച് കാണേണ്ടത്. അല്ലാതെ മറ്റു കാര്യങ്ങളല്ല നമ്മൾ കാണേണ്ടത് അതൊക്കെയാണ്. ഹൃദയത്തിന് നമുക്ക് മാറ്റം ഉണ്ടാവും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ നമ്മൾ കരയണമെന്നാണ് വിശുദ്ധ ഖുർആൻ മൂന്നാമതായി പറഞ്ഞത്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അതാ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോടുകയാണ്. സൂറത്തുൽ ജാസിയ. ജാസിയ എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി നിൽക്കുക എന്നാണ്. സഹോദരങ്ങളെ, ആ അധ്യായത്തിന്റെ ആയത്തോടിയിട്ട് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഏത് ആയത്താണ് ഓതിയതെന്നറിയോ? അമഹസിബല്ലദീന ജതറഹു സയ്യിആ ഐ അൻ നജഅലഹും കല്ലദീന അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ഭാവിക്കുന്നുണ്ടോ? അവര് ചിന്തിക്കുന്നുണ്ടോ? അവര് ഭാവിക്കുന്നുണ്ടോ? സുഹൃതം ചെയ്ത വിശ്വാസം ഉറപ്പിച്ചെടുത്ത ഒരു സമൂഹത്തെ പോലെ അവര് ആകുമെന്ന് ആ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ നിസ്കാരക്കാരനും കള്ളുകുടിയന്മാരും ഒരുപോലെയാണെന്ന് കരുതുന്നുണ്ടോ? കള്ളുകുടിയ പലിശ വാങ്ങുന്നവനെ നീയും പള്ളിയിൽ നിസ്കാരമുള്ളവനും ഒരുപോലെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? പലിശക്കാരാ നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ പടച്ചവന്റെ കോടതി എത്തുമ്പോ പറയും, മാറി നിൽക്കലാ തെമ്മാടി. ഇവിടെ തമ്മാടി എന്ന് വിളിച്ചാൽ പള്ളന്നോ ചീത്തന്നോ അല്ലല്ല. ആണോ? മാറി നിക്കടാ. ഇന്നേ ദിവസം മാറി നിക്കടാ. അയ്യുഹൽ മുജ്രിമൂൻ. എടാ മുജ്രിമേ, നീ ജീവിതത്തിൽ സുഹൃതം ചെയ്യാറ് തിന്മകൾ മാത്രം ചെയ്തവനല്ലേ? മാറി നിക്കടാ ഇങ്ങോട്ട്. അള്ളാഹു പറയും, നല്ല പുണ്യവാളന്മാരെ, മഹാന്മാരെ, സാദാത്യങ്ങളെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ, ആരിഫീങ്ങളെ അവരുടെ അടുക്കൽ ചെന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തെ പലിശക്കാരനും കള്ളുകുടിയന്മാരും ശ്രമിക്കുമ്പോൾ അള്ളാഹു അവരോട് പറയും, മാറിക്കടാ, ഇങ്ങോട്ട് മാറി നിക്കടാ എന്ന് നാളെ പറയും. സൂറത്ത് യാസീനാണത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അള്ളാഹു ചോദിക്കുകയാണ്, തിന്മകളുടെ മേൽ പ്രവർത്തനങ്ങളുടെ മുഴുവൻ തിന്മകളും ചെയ്തു കൂട്ടിയ ഒരു മനുഷ്യൻ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കെതിരെ നന്ദികേട് കാണിച്ചവൻ, പലിശപ്പണം തിന്നിട്ട് കൊഴുത്തു തടിച്ചവന്റെ ശരീരമുള്ളവൻ, മദ്യപാനം നടത്തിയവൻ, പലിശ വാങ്ങിയവൻ, ഇങ്ങനെയുള്ള ആളുകള് സാധാരണക്കാരായ സൽസ്വഭാവികളായ സുഹൃതം ചെയ്യുന്ന മനുഷ്യരെ പോലെയാണെന്നാണോ ഭാവിക്കുന്നത് എന്ന ഒരൊറ്റ ചോദ്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജാസിയ ചോദിച്ചപ്പോൾ രാത്രി ഇശാ നിസ്കാരത്തിന്റെ സമയത്ത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഇത് ഓതിയിട്ട് അദ്ദേഹത്തിന് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. സുബഹി വരെ അദ്ദേഹം കരഞ്ഞു. നമ്മളാണെങ്കിലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ആയത്ത് നമ്മൾ കേട്ടിട്ട് ഇന്ന് വരെ നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഒരു കരച്ചില് നമുക്ക് വരത്തക്കവണ്ണം നമ്മുടെ ഹൃദയം ഖുർആനുമായിട്ട് പാകപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ?